ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കിൽച്ചൻസ് വേൾഡിൽ കുറേ നാളായിട്ടോ വീഡിയോ വന്നിട്ട്. വിശാട്ടം പോയപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 4 മന്തോളം ആയി. ഇവിടെ കുട്ടിയാവയ്ക്ക് 5 മന്ത് ആകുന്നു. അപ്പോൾ 2 days to go 5 മന്തിലേക്ക്. അപ്പോൾ അവളുടെ കാര്യമൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. അവൾക്ക് വേണ്ടിയിട്ട് 6 മാസം ഞാൻ കൊടുത്തിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂട്യൂബ് പിന്നെ ഫോണും കൊണ്ട് എപ്പോഴും വീഡിയോ എടുത്ത് നടക്കണം. ചിലപ്പോൾ നമ്മൾ സ്കിപ്പായി പോകും വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പം പിന്നെ അങ്ങനെ ഒരു അർത്ഥമില്ലാതെ എടുത്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ ഇടുന്നുള്ളായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് വീഡിയോസ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നും ഒരു പരിപാടിയില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞാവിക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഒരു സ്പെഷ്യൽ സ്പേസ്. അതിൻ്റെ കൂടെ നമ്മൾ ഞാൻ ചെറിയ ജോലി വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്നുണ്ട് ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. സോ അതിൽ നിന്ന് അത്യാവശ്യം ഫിനാൻഷ്യലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയി ഗൈസ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂസ്. ഇപ്പോൾ നിങ്ങളോർക്കും കുഞ്ഞിന് സ്പേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ വീഡിയോ എടുക്കുന്നതിന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആദ്യമായിട്ട് ലൈക്ക് മാരേജിന് ശേഷം ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ കുട്ടികളിലേക്ക് കാര്യം സെൽഫായിട്ട് നോക്കാൻ ഞാൻ എന്താ പറയുക ക്യാപ്പബിൾ ആക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടോന്ന്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ എല്ലാം ഈ ഒരു മെയ്യിൽ ചുറ്റിപ്പറ്റിയായിരുന്നു. സോ ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, May 13th. സോ അതുകൊണ്ട് നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ ഫസ്റ്റ് ടൈം ആഘോഷിക്കാൻ പോവാണ്. സോ അതൊരു മൊമെൻ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ചുമ്മാ പറന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണില്ല. നമ്മളുടെ ഓരോ മൊമെൻറ്റ്സ് ഓർത്ത് വെക്കാനുള്ള മൊമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ പാവയുടെ ചോറൂണും തൊട്ട് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു ഓർത്തത്. പിന്നെ ഞാൻ ഓർത്ത് ചങ്കുട്ടിക്ക് സ്കൂൾ തുറക്കണം, അവൻ LKG പോവുകയാണ്. അപ്പം ഒരുപാട് അങ്ങനെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. സോ അതൊക്കെ ഓർത്ത് വെക്കാൻ നല്ലതല്ലേ. ചങ്കുട്ടിയുടെ ചെറുപ്പം ഒരു 6 മാസം ഒരു ചങ്കുട്ടീനെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. സോ അവൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കിട്ട് അവൻ വളരുന്നവൻ്റെ ഓരോ വളർച്ചയും യൂട്യൂബിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പഴയ വീഡിയോസൊക്കെ കണ്ട് ഹാപ്പി ആവാമല്ലോ. സോ അതുകൊണ്ട് ഇതും കൂടി ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അച്ഛനും അമ്മയും ലൈഫിൽ ഇതുവരെ അവർ ആഘോഷിച്ചിട്ടില്ല. അച്ഛൻ എസ്പെഷ്യലി ഇതുവരെ മുറിച്ചിട്ടില്ല. അമ്മയെന്ന് പറയുമ്പോൾ ഇവിടെ കൊറോണ ടൈമിൽ അമ്മ അബുദാബി വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെയുള്ളവർ അമ്മയുടെ ബർത്ത്ഡേ ഫസ്റ്റ് ടൈം. അപ്പോൾ അമ്മ എന്നോട് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞു, ഇതുവരെ നാട്ടിൽ നമ്മുടെ വീട്ടിലോ അല്ല അമ്മയുടെ വീട്ടിലാട്ടെ ഒന്നും ബർത്ത്ഡേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അമ്മയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മാത്രമേ നമുക്ക് മുറിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ സാലറി കിട്ടിയപ്പോഴത്തേക്ക് അച്ഛയുടെ ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാനിതെല്ലാം മനസ്സിലാക്കിയത് അവരുടെ ഇലക്ഷൻ്റെ കാർഡിൽ നിന്നാണ്. സോ അമ്മയുടെ ബർത്ത്ഡേ ഇന്ന് അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കേക്ക് മുറിക്കും അങ്ങനെ. ഞാൻ അപ്പോൾ അമ്മയോട് ഇപ്പോൾ രാവിലെ തമാശയ്ക്ക് പറഞ്ഞു, അമ്മ ഒരു കേക്കൊക്കെ മേടിച്ചിട്ട് പോര്, നമുക്ക് മുറിക്കാം എന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ മംഗളാച്ചനും ഓമനമ്മയും വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ആലപ്പുഴയിൽ അവരുടെ വീട്ടിനകത്ത് വെള്ളം കയറി. അപ്പോൾ അവരും ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു അമ്മയുടെ സ്പെഷ്യൽ മൊമെൻ്റാണ്. അച്ഛനും അമ്മയും അമ്മയുടെ വായിൽ ഇതുവരെ മുറിച്ച് ഒരു കേക്ക്, സത്യം പറഞ്ഞിട്ടില്ല ഇവിടുത്തെ വോയിസ് ഓവർ ഗൈസ്. അപ്പോൾ ഇതുവരെ കേക്ക് എന്ന് പറയുന്നൊരു സാധനം മുറിച്ച് വായി വെച്ച് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അമ്മയ്ക്ക് അതൊരു ഹാപ്പിനെസ് ആവും. അപ്പോൾ ഗൈസ് അമ്മേനെ അച്ഛനെ ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ നേരെ വെച്ച് പിടിച്ച് ചിങ്ങാനത്തോട്ട് കേട്ടോ. കുഞ്ഞാവനെ ഉറക്കി കിടത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്കൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ കൊടുത്ത് നമ്മുടെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദൈനിന്ന് അതിനകത്ത് കലാപരിപാടികളാണ്. അച്ഛയ്ക്കും അമ്മയ്ക്കും വിഷ് ചെയ്യാണ്. 2 പേരും ഞാൻ മാറ്റി നിർത്താതെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം അച്ഛയുടെ കഴിഞ്ഞിട്ടാണല്ലോ അമ്മയ്ക്ക് വരുന്നുള്ളൂ. നമുക്ക് അങ്ങനെയാണ് നോർമലി. അപ്പം ദേ സൂപ്പർ കേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ കേക്ക്സ്, പറയാതിരിക്കാൻ മേലെ. ഫൈൻ ബേക്കറിയാണ് കേട്ടോ ചിങ്ങാന. പിന്നെ ബബിളി, അത് നമ്മുടെ ചങ്കുട്ടീൻ്റെ സോപ്പിടാനാണ്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. പിന്നെ ചങ്കുട്ടിക്ക് കേസ് അറിയത്തില്ല, കാരണം അവൻ അമ്മയോട് വരുമ്പോഴേ പറഞ്ഞു. അപ്പോൾ ഗൈസ് അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് ഷോപ്പിംഗ് അല്ലാതെ ഉണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരിക്കും കറി വെക്കാൻ വേറെ. അപ്പം അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയായിട്ട് പിന്നെ വീഡിയോ എടുത്തില്ല, കാരണം മഴയും ചാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുമണി നല്ല കരച്ചിലായിരുന്നു. അച്ചമ്മ ഉള്ളതുകൊണ്ട് പിന്നെ ഹാൻഡിൽ ചെയ്തു. മംഗളാശ്രമം അമ്മയ്ക്ക് നല്ല നാക്കിൽ ഇവളെ എടുത്തിട്ട്, കാരണം ഇവള് ഇച്ചിരി മാസം ഉള്ളപ്പോഴാണ് അങ്ങോട്ട് പോയി അവരെ കണ്ടത്. പിന്നെ ഒരു 2-3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ കാണുന്നത്. ഇവളെ വീഡിയോ കോൾ ചെയ്ത് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ പറ്റില്ല, അവളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അച്ഛമ്മ ഹാൻഡിൽ ചെയ്തു, ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ എന്നാലും ഞാൻ വന്നപ്പോൾ എല്ലാവരും സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങരനെ ഞാൻ മുട്ടായിയൊക്കെ മേടിച്ചു കൊടുത്ത് അവൻ്റെ മൈൻഡ് ഞാൻ ടേൺ ചെയ്തു. കാരണം ഈ സാധനം കേക്ക് അവന് പ്രാന്താണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവനത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം തന്നെ അത് എടുത്തെടുത്ത് നശിപ്പിക്കും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ശാലിയമ്മ എടുത്ത വായിക്കുമ്പോൾ പറയും കേക്ക് മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയും. ഓടിച്ചൊന്ന് തുറന്ന് കാണിക്കുന്നത്. അവൻ ഇതുവരെ പോയി ഫ്രിഡ്ജ് തുറന്നില്ല. മറ്റേ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനകത്ത് കയറി നിന്നിട്ടാണ് ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള കൊട്ടയ്ക്കകത്ത് സാധനങ്ങൾ എടുക്കുന്നത്. ഇതുവരെ തുറന്നിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ അവന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും കേക്കാണ്. അപ്പോൾ എന്തായാലും പുള്ളി ഇതുവരെ കാണാത്തത് കൊണ്ട് ഇച്ചിരി സർപ്രൈസ്ഡ് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ അച്ഛയെ ഞാൻ വിളിച്ചിട്ടുണ്ട് നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ലോഡിങ് കൊണ്ട് അച്ഛൻ ചിലപ്പം 1 മണി 2 മണിയൊക്കെ ആവും ഗൈസ് വരാൻ. അതുവരെ നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ചങ്കുട്ടിയൊക്കെ ഉറങ്ങി പോവില്ലേ. അപ്പോൾ ഹായ് ചങ്കുട്ടി.
അപ്പോൾ ഗൈസ് നമ്മൾ അവൻ്റെ പുള്ളി അറിയുന്ന രീതിയിൽ ഒത്തിരി സംസാരിക്കുന്നില്ല ഗൈസ്. നമുക്ക് അച്ഛമ്മ വന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഗൈസ് അടുക്കള വെച്ച് അമ്മേനെ സർപ്രൈസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അവിടെ ബഹളമാണ്. ഹാപ്പി ബർത്ത്ഡേ. എക്സ്ട്രയും കൂടെ ഒരാളുണ്ട്. പക്ഷെ അമ്മയുടെ സർപ്രൈസ് അച്ഛനും വെച്ചേക്കുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. പക്ഷെ ഇവൻ ഇത്ര നേരം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മ വന്നപ്പോൾ കിട്ടാൻ ഈ സംഭവം. അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് ഞാനൊരു സർപ്രൈസ് എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തതാണ് കേട്ടോ. ഇത് അപ്പോൾ അമ്മ നല്ലതായിട്ട് സർപ്രൈസ് ആയി. പിന്നെ അച്ഛക്ക് വലിയ എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഓർത്ത അമ്മയുടെ അതാണ്. ഇതുവരെ അച്ഛൻ അതിനകത്തൊരു സംഭവം കാണില്ല. അച്ഛൻ്റെ കൂടെ പേരെഴുതിയവരൊന്നും കാണില്ല. ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പം നീ കുറച്ച് ക്യാൻഡിൽസൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കത്തിച്ചു. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്. കുട്ടി കേക്കായിരുന്നു കേട്ടോ. 1 കിലോയുടെ കേക്ക് മേടിച്ചുള്ളൂ. കാരണം ഇവിടെ ഓവർ തീറ്റിയാണ് ശങ്കരൻ. അതുകൊണ്ട് ചെറിയ കേക്കാണ് മേടിച്ചത്. അപ്പം അച്ഛയും അങ്ങനെ ഹാപ്പി ആയി. സോ അച്ഛക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ അച്ഛക്കൊരു മുഖത്ത് ചിരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ചിന്ന വരെ മുറിക്കാത്തതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ അവരുടെ മുഖത്ത് ചിരി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴത്തേക്ക് അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ കയറിയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും തീ കട്ടൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ തീ മാത്രം കെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞ സാധനം കെടുത്തിയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല നോയ്സ് ഉണ്ട്. ലൈക്ക് ടി വിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലേ അതിനകത്തുള്ള പിന്നെ ഞങ്ങളുടെ വായിലിരുന്ന ചളിയും അതൊക്കെയാണ് അതിനകത്ത് ബാക്കി വരുന്നത്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് കണ്ട നമ്മുടെ കൊതിയാൻ തിന്നുന്നത് കണ്ട. അവൻ്റെ സ്വന്തം ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്ക് അവന് ഇഷ്ടമേ അല്ലായിരുന്നു. അന്നൊന്നും മധുരം കഴിക്കില്ല ഞാൻ കുട്ടി. പിന്നെ ആ പുറകിൽ ഒരാൾ കാല് മുക്കി കൈ മുക്കി കളിക്കുന്നുണ്ട്. ആളെ ഇപ്പം ഞാൻ കാണിക്കില്ല. നമുക്ക് ചോറൂണ് നമ്മുടെ കുട്ടി ഭാവനെ കണ്ടാൽ മതിയല്ലോ അല്ലേ എല്ലാവർക്കും. എന്തോരായി, എങ്ങനെ ആയി, മുഖമൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പം അച്ഛനും അമ്മയും, അതായത് എൻ്റെ അമ്മയും മംഗളാച്ചനും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുക്കണം. അമ്മയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അമ്മയുടെ അച്ഛനും അമ്മയും അമ്മയുടെ ഇതുപോലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂടെ ഉള്ളത്. സോ അതായിരിക്കാം അമ്മയ്ക്ക് ഇതിൽ ഈ ഒരു കേക്കിലും വളരെ വലിയൊരു എന്താ പറയുക ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ വലിയ വില കൂടി ഗിഫ്റ്റൊന്നും മേടിക്കാനുള്ള ഇത് സംഭവം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ചെയ്തു. സോ അമ്മയുടെ മുഖത്ത് സന്തോഷം കാണാൻ പറ്റും. പിന്നെ ഞാൻ ശങ്കരനും കൂടെ ചാറ എന്ന് പറഞ്ഞ് നമ്മുടെ പകുതി കേക്ക് തീർന്നു കേട്ടോ. ഇനിയും കൊടുക്കാനുണ്ട്. അപ്പോഴൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ പഠിച്ചോ കാണിച്ചിരുന്ന് തിന്നുവാണ്. പിന്നെ ഈ കേക്കും ചോക്ലേറ്റും ഒക്കെ കാണും. പിന്നെ വാഞ്ചോ ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ്. ശങ്കരൻ്റെ 3ാം ബർത്ത്ഡേക്ക് മുറിച്ചാൽ പിന്നെ ഇത് ഞങ്ങൾ ചറപറ എപ്പോഴും മേടിച്ച് കഴിക്കട്ടെ, ചെറിയ കേക്ക് മേടിച്ചിട്ട്. അപ്പോൾ അടിപൊളി കേക്കാണ് കേട്ടോ. ഭയങ്കര പറയുക എനിക്ക് വാക്കുകളില്ല. സൂപ്പർ കേക്കാണ്. അപ്പം അതുപോലെ അച്ഛയ്ക്ക് അമ്മയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ കൊടുക്കാൻ പോകുമായിരുന്നു. അതപ്പോഴാണ് ഞാൻ ഓർത്ത ഗൈസ്. എനിക്ക് കിട്ടുന്നതും ഒന്നുമില്ല ഗൈസ്. ഞാൻ അപ്പം അമ്മയ്ക്കും അച്ഛയ്ക്ക് വെച്ച് കൊടുത്തു. ഇപ്പോൾ കേക്ക് തീറ്റയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചിക്കൻ മേടിച്ചോണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലത്തെ സോയാബീനായിട്ട് ബീഫ് അത് തോന്നുന്നുണ്ടല്ലോ ഗൈസ്. ഞാൻ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് വിചാരിച്ചാൽ പിന്നെ പോട്ടെന്ന് വെച്ചാണ് ഗൈസ്. അപ്പം അതൊക്കെ തിന്ന് സിനിമയും കണ്ടിരിക്കണം. അവരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞാവനെ ഉറക്കിയിട്ടോ വന്ന് കഴിച്ചത്. അപ്പം 2018 മൈ ഫേവറേറ്റ് മൂവി മഴ പെയ്തപ്പോൾ മുതലേ ഇതിപ്പോഴും എടുത്തുകൊണ്ട് ഞങ്ങൾ എന്നും ഇരുന്ന് കാണുകയും ചെയ്യും കേട്ടോ ഗൈസ്. അമ്മയുടെ ബർത്ത്ഡേ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ സൈഡിലൊക്കെ തുണിയൊക്കെ കിടപ്പുണ്ടെന്ന് വിചാരിക്കില്ല, മഴയാണ്ടാണ് ഗൈസ്. അപ്പോൾ വിശപ്പ് പമ്മിച്ചതിൻ്റെ ഒരു ആശ്വാസമായിട്ട് എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ തുണി കിടക്കുന്നതിൻ്റെ ചളുപ്പും. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അമ്മയുടെ ഫീഡ്ബാക്ക് ഒന്നും കിട്ടത്തില്ല. കാരണം അമ്മ അങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഒന്നും അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.